തേവരപ്പള്ളിയിൽ തിരുവോസ്തി മോഷ്ടിക്കാനുള്ള ശ്രമം വൈദികന്റെ ജാഗ്രതയിൽ പൊളിഞ്ഞു. വീഡിയോ വൈറലാണിപ്പോൾ. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 11 മണിക്ക് തേവര സെന്റ് ജൂഡ് ലത്തീൻ പള്ളിയിലാണ് ഈ സംഭവം ഉണ്ടായത്. വിശുദ്ധ കുർബാന സ്വീകരിക്കാനെത്തിയ യുവാവ് വൈദികനിൽ നിന്നും ഓസ്തി നാവിലേക്ക് സ്വീകരിക്കുന്നു എന്ന് ഭാവിച്ച് ഉള്ളിലേക്ക് സ്വീകരിക്കാതെ കടിച്ചു പിടിച്ച് കൈകളിലേക്ക് മാറ്റി പുറകിലേക്ക് മാറുകയായിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ ഇത് ശ്രദ്ധിച്ച വൈദികൻ യുവാവിനെ തിരികെ വിളിക്കുകയും തിരുവോസ്തി തിരികെ വാങ്ങുകയുമായിരുന്നു. ഈ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ഇതാദ്യമായല്ല തിരുവോസ്തി മോഷണ ശ്രമങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കുന്നത്. തിരുവോസ്തി മോഷ്ടിക്കുന്നത് സാത്താൻ ആരാധനയ്ക്കാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കത്തോലിക്ക സഭയും വിശ്വാസികളും ഏറ്റവും പരിഭാവനമായി കരുതുന്ന തിരുവോസ്തിയെ ലക്ഷ്യമിട്ട് സാത്താൻ സേവകർ ഇത്തരം മോഷണ ശ്രമങ്ങൾ നടത്താറുണ്ട്. എന്തുകൊണ്ടാണ് തിരുവോസ്തി ഇങ്ങനെ മോഷ്ടിക്കപ്പെടുന്നത്? സാത്താൻ ആരാധനയുടെ പ്രധാന ലക്ഷ്യം ദൈവത്തെയും ക്രൈസ്തവ വിശ്വാസങ്ങളെയും അപമാനിക്കുക എന്നതാണ്. ക്രൈസ്തവർ ദൈവമായി ആരാധിക്കുന്ന തിരുവോസ്തിയെ അശുദ്ധമാക്കുന്നതിലൂടെയും അവഹേളിക്കുന്നതിലൂടെയും തങ്ങളുടെ സാത്താനിക ശക്തി പ്രകടിപ്പിക്കാം എന്നിവർ വിശ്വസിക്കുന്നു. ക്രൈസ്തവ ദേവാലയങ്ങളിലെ വിശുദ്ധ കുർബാനയെ വിപരീതമായി അനുകരിച്ചാണ് കറുത്ത കുർബാന നടത്തുന്നത്. ഈ ചടങ്ങുകളിൽ പൂജിക്കാനും നശിപ്പിക്കാനും ലൈംഗിക അരാജകത്വങ്ങൾക്കും ആഭിചാര ക്രിയകൾക്കുമായി ഉപയോഗിക്കുന്നതിനാണ് പ്രധാനമായും തിരുവോസ്തി മോഷ്ടിക്കുന്നത്. വിരോധാഭാസം എന്ന് പറയട്ടെ, കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് പോലെ തിരുവോസ്തിയിൽ യേശുക്രിസ്തുവിന്റെ ജീവനുള്ള സാന്നിധ്യമുണ്ട് എന്ന് സാത്താൻ ആരാധകരും ശക്തമായി വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവർ സാധാരണ അപ്പത്തിന് പകരം കത്തോലിക്ക പള്ളിയിൽ തന്നെ കൂദാശ ചെയ്ത തിരുവോസ്തി മോഷ്ടിക്കുവാനായി ശ്രമിക്കുന്നത്. സാത്താൻ സേവ നടത്താൻ അന്താരാഷ്ട്ര പ്രാദേശിക ഗ്രൂപ്പുകൾക്കിടയിൽ ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെടുന്ന ഓരോ തിരുവോസ്തിക്കും ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കത്തോലിക്ക വിശ്വാസമനുസരിച്ച് വിശുദ്ധ കുർബാന മധ്യേ വൈദികൻ പ്രാർത്ഥിച്ച് കൂദാശ ചെയ്യുമ്പോൾ ഗോതമ്പപ്പത്തിന്റെ സാദൃശ്യമുള്ള ഓസ്തി യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ശരീരവും രക്തവുമായി മാറുന്നു. ക്രൈസ്തവ ആത്മീയതയുടെയും ആരാധനയുടെയും ഏറ്റവും ഉന്നതമായ അടയാളമായാണ് തിരുവോസ്തിയെ കാണുന്നത്. അതിനാൽ തന്നെ സഭയിൽ ഇത് അങ്ങേയറ്റത്തെ ആദരവോടും കാവലോടെയുമാണ് സൂക്ഷിക്കുന്നത്. കേരളത്തിലടക്കം അടുത്ത കാലത്തായി ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാനെത്തുന്നു എന്ന വ്യാജേന തിരുവോസ്തി കൈക്കലാക്കി കടന്നു കളയാൻ ശ്രമിക്കുന്ന യുവാക്കളെ പിടികൂടിയ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം പൈശാചിക ആചാരങ്ങൾക്കെതിരെയും മോഷണങ്ങൾക്കെതിരെയും ജാഗ്രത പാലിക്കുവാനും തിരുവോസ്തി സംരക്ഷിക്കുവാനും കത്തോലിക്ക സഭ വിശ്വാസികൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് ഇടുന്നത്. അച്ഛനെ തന്നിരിക്കുന്ന വീഡിയോയിൽ അതേ സദൃശമായ ഒരു അനുഭവത്തിൽ ഞാനും പങ്കാളിയായിട്ടുണ്ട്. ഞാനൊരു കാറ്റിസം പ്രൊമോട്ടറായിരുന്നു 2 വർഷം മുൻപേ വരെ. ഒരിക്കലും ഒരിടവകയിൽ പ്രൊമോട്ടിങ്ങിന് വേണ്ടി ചെന്ന അവസരത്തിൽ 12ാം ക്ലാസ്സിലെ കാറ്റിസം കുട്ടികളുടെ ഒപ്പം വേറെ 2 പെൺകുട്ടികൾ കൂടി ആ ലൈനിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പുറത്തുനിന്ന് വന്നേക്കണതെന്ന് അറിയില്ല. പക്ഷെ കുർബാന ചെയ്യുന്ന സമയത്ത് ഈ കുട്ടികളുടെ പനികളും ഇവർ കുർബാന ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ പെട്ടെന്ന് നോട്ട് ചെയ്ത്. അപ്പം ഞാൻ അടുത്ത ഒരു കുട്ടിയോട്, ആ ഗ്രൂപ്പിൽ നിന്നൊരു കുട്ടിയോട് ചോദിച്ചപ്പോൾ ഇവർ ഞങ്ങളുടെ ക്ലാസ്സിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ കുർബാന ഉൾക്കൊള്ളുന്നതായി കണ്ടില്ല, കയ്യിലാണ് ഇവർ സ്വീകരിച്ചത്. അപ്പം ഞാൻ HM ഇൻഫോം ചെയ്ത്, HM ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. HM ഇൻഫോം ചെയ്തപ്പോൾ HM ഉടനെ ഈ കുട്ടികളെ പള്ളിക്ക് പുറത്തേക്ക് കൊണ്ടുവരികയും ഞങ്ങളും കൂടി ചെല്ലുകയും ഇവരുടെ വിവരങ്ങളൊക്കെ തിരക്കിയപ്പോൾ ഇവർ ടവലിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച രീതിയിലാണ് ദിവ്യാനെ പിടിച്ചിരുന്നത്. ഇവർ ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു ബ്ലാക്ക് മാസ് കേന്ദ്രത്തിലാണ് ഇത് എത്തിക്കുന്നത്. ആദ്യം കൊടുക്കുമ്പോൾ 50,000 രൂപ വരെ ഇവർക്ക് ഓഫറുണ്ട്. പിന്നെ ഇവർ അവരുടെ ഒരു വലയിൽപ്പെട്ട പോലെ, ട്രാപ്പിൽപ്പെട്ട പോലെയാണ്. പിന്നെ ഇവർ പല പള്ളികളിൽ പോകും. മിക്കവാറും തീർത്ഥാടന കേന്ദ്രങ്ങളും നൊവേന കേന്ദ്രങ്ങളും ഒക്കെ ആണ് അവർ നോട്ട് വിടുന്നത്. കാരണം അവിടെയൊക്കെ ആർക്കും പരസ്പരം അറിയാൻ പറ്റില്ല. പിന്നെ ലേറ്റ് മാസുകൾ, അതായത് സ്പെഷ്യൽ മാസുകൾ നമ്മൾ വയ്ക്കില്ലേ, അങ്ങനെയുള്ള മാസുകളിലൊക്കെ പോയിട്ടാണ് ഇവർ ദിവ്യകാരനെ സ്വീകരിച്ചു കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് കയ്യിലാണ് അവർ സ്വീകരിച്ചു കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇവർ ഇങ്ങനെയുള്ള പല കേന്ദ്രങ്ങളിൽ കൈമാറുന്നു. അതിനൊക്കെ ഏജന്റുകളൊക്കെ ഉണ്ട്. ഈ കുഞ്ഞുങ്ങളെ നമുക്ക് എന്തായാലും അതിന് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റി. അവരുടെ പാരൻസിനെയൊക്കെ അറിയിച്ചു. അവർക്ക് കുറേ കൗൺസിലിംഗ് കൊടുക്കേണ്ടി വന്നു. അവർ സാവധാനം അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. പക്ഷെ ഒത്തിരി മക്കളെ ഇതുപോലെ ദുരുപയോഗിക്കുന്നുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ കുട്ടികൾ കത്തോലിക്ക കുട്ടികൾ തന്നെയായിരുന്നു. അപ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങൾ തന്നെ ഇങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ളതിന് ഒരു ദൃക്സാക്ഷിയാണ് ഞാൻ. അപ്പോൾ നമ്മളുടെ വൈദികരും സിസ്റ്റേഴ്സും കുർബാന കൊടുക്കുന്ന എല്ലാവരും അതീവ ശ്രദ്ധയോട് വേണം അത് കൈകാര്യം ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് തീർത്ഥാടന കേന്ദ്രങ്ങളിലും നൊവേന സെൻ്ററുകളുമാണ് കൂടുതലും ബേസ് ചെയ്ത് ഇവരിതിങ്ങനെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് എനിക്കൊരു അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണതാണ്. അപ്പം മാക്സിമം നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധ നമ്മളെല്ലാവരുടെ ഭാഗത്തും, നമ്മൾ കുർബാന സ്വീകരിക്കുന്ന, നമ്മുടെ അടുത്തിരുന്ന് കുർബാന സ്വീകരിക്കുന്ന ആരാന്ന് നോക്കാനുള്ളൊരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. കാരണം നമുക്ക് പരിചയമില്ലാത്തവരാണെങ്കിൽ അവരുടെ പരിങ്ങളിൽ നിന്നും അവരുടെ വ്യത്യാസങ്ങളിൽ നിന്നും നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇത് വിവേചിച്ചെടുക്കാൻ പറ്റും. ഈ ഒരു അനുഭവം ഏതായാലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഈ കാര്യത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കണമെന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. താങ്ക് യു.